ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ പ്രതിഭാശാലികളാണ്. അവരറിഞ്ഞ് പണിയെടുക്കുമ്പോൾ എന്തിനാണ് സംഭവിക്കുക എന്നുള്ളതിന് ഉദാഹരണമാണ് പ്രാവിൻകൂട് ഷാപ്പ്. ഇതിൽ ഞാൻ ആരെയൊക്കെ പറ്റി പറയൂടെ? ഞാൻ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് നെഗറ്റീവുകൾ പറഞ്ഞുകൊണ്ടങ്ങ് തുടങ്ങാം. അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടം ആണ്, ആ ഒരു ടൈപ്പാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം മലയാള സിനിമയിൽ തന്നെ എന്നല്ല, മൊത്തത്തിലുള്ള ഒരു ക്ലീശയാണ് നായകൻ എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടായിരിക്കണം, ഒരു ഫ്ലാഷ് ബാക്ക് എന്തെങ്കിലും സംഭവം ഉണ്ട്. അതെന്തിനാണ് തിരികെ കയറ്റണമെന്ന് എനിക്കുണ്ട്. ഈ ട്രോമ ഉള്ളവർക്ക് മാത്രമേ കേസ് തെളിയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഇതിലും അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വെച്ചിങ്ങനായിട്ട് കണ്ട്. അതുപോലെ ഈ സിനിമയുടെ ഒരു എൻഡ് പഞ്ച്, അതായത് ഒരു കൺക്ലൂഡ് ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അവിടെ അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയും അവർ അതങ്ങനെ ചെയ്യിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം പടം തീരുമ്പോൾ ഒരു ഹൈ കണ്ടിട്ട് ഒരു കൈയടിക്കാനുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതവിടെ മിസ്സായിപ്പോയി. അത് പകരം നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അത് എന്നാലും അതെന്താണ്. പക്ഷേ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടെന്നെങ്കിലും ആ സമയത്ത് ഒരു ഹൈ ആയിട്ടുള്ള ഒരു എൻഡ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇത് രണ്ടും ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഒരു മൊത്തത്തിൽ ഭയങ്കര പുതുമയാണ് ഈ സിനിമ ഇത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടർ ശ്രീരാജ് ശ്രീനിവാസൻ. ആദ്യത്തെ പടമാണ്. എങ്കടാ ഇരുന്ന ഇത് ഇവളൊന്നാൾ എത്ര സിനിമകൾ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട് ഇയാളുടെ. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഇതുപോലെ ഒരു സിനിമ എടുത്ത് കാണിക്കുമോ? എനിക്കറിഞ്ഞൂടാ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് അത്രയ്ക്കേറെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമയിൽ ഒരു ഷാപ്പിനകത്ത് ഒരു മർഡർ നടക്കുന്നു. ഇതൊന്നും സ്പോയിലറാണെന്ന് എനിക്ക് തോന്നുന്നില്ല, തുടക്കത്തിൽ കാണിക്കുന്നതാണ്. ട്രെയിലറൊന്നും ഞാൻ കണ്ടിട്ടില്ല, ട്രെയിലർ കാണിച്ചിട്ടുണ്ടാവുക. അതിന് കുറച്ച് ആൾക്കാർ മാത്രമാണ് അതിൽ പെട്ടിട്ടുണ്ടാവുക. അതിൽ ആരാണ് കൊലയാളി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. ഇതാണ് സിനിമയുടെ തീം. വലിയ ചെറിയൊരു സാധനം, വലിയ ലോകത്തിൻ്റെ അകത്ത് വലിയ ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയൊന്നുമില്ല, ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഒരു പരിപാടി. പക്ഷേ ആ ഒരു ചെറിയ പോയിന്റിൽ തുടങ്ങി ഇൻവെസ്റ്റിഗേഷൻ പോകുന്നു. പല രീതിയിൽ കൊലപാതകങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ പല ആളുടെ പെർസ്പെക്റ്റീവിൽ ഇങ്ങനെ ആയിരിക്കും. നമ്മളത് കാണുമ്പോൾ ഇതായിരിക്കും അപ്പോൾ നടന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതാകുമ്പോൾ അങ്ങനെ നമ്മൾ വിശ്വസിച്ചു. പക്ഷേ പിന്നെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ഏറെക്കുറെ ഇത് നമ്മൾ ഉറപ്പിക്കും, ഇത് എന്നെ പരിപാടി, ഇനി വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിടത്ത് സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്താണ് ചെയ്യുന്നത്, ആ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് നടന്നതെന്നുള്ളത് കണ്ടു കഴിയുക. ഇല്ലെങ്കിൽ വില്ലൻ വന്നിട്ട് വില്ലനാനെ തിരിച്ചറിഞ്ഞിട്ട് വില്ലനും നായകൻ തമ്മിലുള്ള ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യുക, വില്ലനെ പിടിക്കാനുള്ള കഷ്ടപ്പാട്, ഇതൊക്കെയല്ലേ. ഇത് സിനിമ ആ ക്രൈം നടന്നതിന് ശേഷമുള്ള ഇൻസിഡൻറ്റും സിനിമയിൽ കൂടെ പോകുന്നുണ്ട്. അതും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴേക്കും വേറെ ഡയമെൻഷനിൽ പുതിയ കാര്യങ്ങൾ വരുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ സിനിമയുടെ ഒരു പാർട്ട് മാത്രമാകുന്നു, അതിനപ്പുറമുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു. അവിടെ തന്നെ പല രീതിയിലുള്ള കോൺഫ്ലിക്ട്സ്, കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നു. അപ്പോഴൊന്നും നമുക്ക് ഭ്രാന്തെടുപ്പിക്കില്ല. കാരണം അത്രയേറെ ഇതിൽ സിറ്റുവേഷൻ കോമഡിയും കൗണ്ടറും ഡാർക്ക് ഹ്യൂമറൊക്കെ കൊണ്ട് നമ്മൾ എൻഗേജിങ് ആയിട്ട് നിർത്തുന്നുണ്ട്. അല്ലാതെ നമ്മൾ മറ്റേ ബുദ്ധിജീവി ലെവലിൽ ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പോയി ഇതിൻ്റെ ക്ലൈമാക്സ് ഭാഗങ്ങൾ ചുരുളഴിയുന്നതൊക്കെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ എൻഡ് ബെഞ്ച് വന്ന സമയത്ത്, അതായത് സിനിമ നിർത്തിയ ആ മൊമെൻറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു കുറച്ചുകൂടി ഞാൻ പ്രതീക്ഷിച്ചു പോയി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ഗ്രേറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതിൻ്റെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റും ഈ സിനിമയിൽ, ഇതിൻ്റെ ആദ്യം ഇതിന് ഞാൻ ആരെയൊക്കെ പറയോടെ, ഈ സിനിമ ഈ ഡയറക്ടറിനെ വിശ്വസിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ ധൈര്യം കാണിച്ച അൻവർ റഷീദിനെ കുറിച്ച് പറയണോ? ഈ സിനിമയുടെ ഡി ഒ പി ചെയ്ത് വെച്ചിരുന്ന ഷൈജു ഖാലിദ്. ഓരോ ഷോട്ടും എന്ത് രസമായിട്ടാണ്, എന്ത് മാത്രം ശ്രദ്ധിച്ചാണ് ഇയാൾ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ഗോകുൽദാസ്, എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്, ഫൈറ്റ്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാർക്കോടെ ഫൈറ്റ് ചെയ്തിരിക്കുന്ന ചെറുക്കനാണ് കലൈ കിങ്സ്റ്റൺ. അങ്ങേര് കളറിസ്റ്റ് ശ്രീക്ക് വാര്യർ, ആ ടൊണാലിറ്റി പിടിച്ചിരിക്കുന്നത്, ആ ആംബിയൻസിലേക്ക് നമ്മളെ കൊണ്ട് ഇറക്കുന്നത്. വിഷ്ണു വിജയുടെ മ്യൂസിക്കും വിഷ്ണു ഗോവിന്ദിൻ്റെ സൗണ്ട് മിക്സിങ്ങൊക്കെ ഒരു രക്ഷയുള്ളൂ. ഓരോ സീൻ മാറുമ്പോഴേക്കും ആ ആംബിയൻസ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് പ്രകടമായിട്ട് മനസ്സിലാവും. അത്രയ്ക്ക് രസമായിട്ടാണ് സൗണ്ട് മിക്സിംഗ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാട്ട് എഴുതിക്കുന്ന വിനായക് ശശികുമാർ, മുരി, സുഹൈൽ കോയ, മേക്കപ്പ് റോണക്സ്, സേവിയർ, എല്ലാവരും അറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട്. ഇതിൽ എന്താണ് ഈ സിനിമയ്ക്ക് പിന്നിൽ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഡെലിവർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൽ ഫ്രഷ്നെസ് വരിക. നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് തോന്നണമല്ലോ. ഈ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലേക്കും ഇന്നായിട്ടിരിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് അവർ അറിഞ്ഞ് ഈ സിനിമയിൽ പണിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിനിമയെ വിശ്വസിച്ച് വന്ന ഒരു പ്രേക്ഷകനാണ്. അവൻ ആവശ്യമുള്ളത് കൊടുക്കണം. അവന് ആ സിനിമ ആയിരിക്കണം പ്രയോറിറ്റി ആയിട്ട് വരേണ്ടത്. അവൻ വേറെ രീതിയിൽ മൊബൈലിൽ തോണ്ടാൻ പാടില്ല, വേറെ കാര്യങ്ങളിലോട്ട് ശ്രദ്ധ പോകരുത്, അവനെ ഭ്രാന്തെടുപ്പിക്കരുത്, അവനെ ഇഴപ്പിക്കരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ ഇറക്കിക്കുന്ന ഒരു സിനിമയാണ് പ്രാവിൻകൂട് ഷാപ്പ്. ബേസിൽ ജോസഫ്, എല്ലാവരും പറയും ബേസിൽ ജോസഫ് കുറച്ച് ദിവസം മുമ്പ് മടുക്കും, സ്ഥിരമായിട്ട് ഒരേ സാധനമാണല്ലോ. പക്ഷെ അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സൂക്ഷ്മദർശിനിയിലായിരുന്നാലും നുണക്കുഴിയിലായിരുന്നാലും ഇതിലായിരുന്നാലും ഇയാളെ കാണാനേ ഒരേപോലെ ഇരിക്കുകയുള്ളൂ. ഇയാൾ കംപ്ലീറ്റ് ആയിട്ട് ക്യാരക്ടർ മാറിയാണ് അഭിനയിക്കുന്നത്. ഓരോ സിനിമയിലും അങ്ങനെ. ഈ സിനിമയിൽ ഇപ്പോൾ ചില മാനേഴ്സ് ചിരിയും പരിപാടിയൊക്കെ ഒരേപോലെ വന്നിരുന്നാലും
ആ ക്യാരക്ടർ മൊത്തത്തിൽ പുതിയ ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ്, ഗംഭീരമായിട്ട് ബേസിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൗബിൻ്റെ ഇമോഷണൽ കുറേ സാധനങ്ങളുണ്ട്, അടിപൊളിയായിരുന്നു. ചെമ്പ വിനോദുണ്ട്, നല്ല റോളാണ്. ശബരീഷ് വർമ്മയെ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ പുള്ളിയെ പ്രസൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആയിപ്പോയി എപ്പോഴും കൂട്ടുകാരൻ്റെ റോളായിട്ടും നായകൻ്റെ അനിയനായിട്ട് അങ്ങനെയൊക്കെ വരുന്നതിന് പകരം ഇങ്ങനത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നത് പുള്ളിക്ക് തന്നെ പ്രയോജനം വരും. അതുപോലെ നിയാസ് അബൂബക്കർ വരുന്ന സീനൊക്കെ നന്നായിരുന്നു, അത് ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശിവജിത്ത് അങ്ങേര് എന്തൊരു സ്ക്രീൻ പ്രസൻസോടെ അങ്ങേര് ഈ ബോക്സർ ഇട്ടുകൊണ്ട് പറഞ്ഞ ഒരു ഫൈറ്റ് ഉണ്ട്, ആ ഫൈറ്റൊക്കെ എടുത്തിക്കണോ ഇടിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല സ്വാഗും പരിപാടിയൊക്കെ ഉണ്ട്, നല്ല ക്യാരക്ടറായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചാന്ദിനി ശ്രീധരൻ മേക്കപ്പൊക്കെ ചെയ്ത് കളറൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഇമ്പോർട്ടൻറ്റ് റോളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പഴയ മറ്റേ താണ്ഡവത്തിലെ നടി കിരൺ റാത്തോഡിൻ്റെയൊക്കെ ഒരു ഛായ എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേരുണ്ട്, ബാക്കിയുള്ളവരുടെ പേരൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല. അതൊക്കെ ഷാപ്പിലെ സൈഡ് കുടിയന്മാരായിട്ട് വന്നിട്ട് ഗംഭീരമായിട്ട് ചിരിപ്പിച്ചവരുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ അണ്ടർലൈങ് ആയിട്ടുള്ള കുറേ ലേയേഴ്സ് പോകുന്നുണ്ട്, അതും ഒരു കിടിലമാണ്. ഇരവാദം, ടോക്സിസിറ്റി, അതുപോലെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്, ഒരാളിൽ സമൂഹം എങ്ങനെ അവരെ നോക്കിക്കാണണമെന്ന് ഒരാൾക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ കുറേ അണ്ടർലൈങ് ആയിട്ടുള്ള കുറേ ബ്യൂട്ടിഫുൾ സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെ തുടങ്ങി തുടക്കം മുതൽ അവസാനം വരെ സമ്മാനിച്ചത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത, നമ്മൾ ഇതുവരെ കണ്ടിരിക്കാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും പിടിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ അവസാനം എത്തുന്നതിന് കുറേയൊക്കെ മുമ്പ് വരെ ഇതിൽ ക്രൈം നടന്ന ഒരാൾ ഇയാൾക്കൊരു ബന്ധം കാണുമെന്നുള്ളതൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. അത് പക്ഷേ എല്ലാവർക്കും അങ്ങനെ തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ എൻഡ് പഞ്ച് കുറച്ചുകൂടി ഒരു ഹൈ വരണ ഒരു പൊളിയറ ഇങ്ങനെ പറഞ്ഞ ഒരു സാധനം വേണമായിരുന്നു, അത് കിട്ടിയില്ല. എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ഗ്രേറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതൊരു വലിയ വിജയമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.